Hello friends, this is Clare Martin and you are watching Clare's Colloquy. So, today we are moving forward to the next chapter of our subject, that is none other than natural resources. So, what is natural resources? We all know that natural resources are gifts from God. So, we are going to learn about those gifts of God. കഴിഞ്ഞ 3 പാർട്ടുകളിലായി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ നാച്ചുറൽ റിസോഴ്സിലേക്ക് കടക്കുകയാണ്. സോ ദിസ് ഈസ് ദ പാർട്ട് 1 ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു our ക്ലാസ്സസ്. We are going to learn today are natural resources, the spheres of resources, classification of natural resources, and renewable and non-renewable resources. So, the first one is natural resources. Natural resources are gifts of God. They are components of environment which can be drawn upon for supporting life on earth. They exist without human actions, naturally occurring materials. അതായത് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ ക്രിയേഷൻ ആണ്. ഹ്യൂമനിൻ്റെ ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ സ്വയം ഉണ്ടാകുന്ന റിസോഴ്സസ് നമുക്കറിയാം. സോ ഇത് നാച്ചുറലി അക്കറിങ് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് പാർട്ട് ഓഫ് നാച്ചുറൽ ഹെറിറ്റേജ് ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ നാച്ചുറൽ റിസോഴ്സ്. കുറേ നാച്ചുറൽ റിസോഴ്സസ് നാച്ചുറൽ റിസർവ്സ് ആയിട്ട് കുറച്ച് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നു. കാരണം അത് ഡിപ്ലീഷൻ നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് പണ്ട് early man was a hunter-gatherer and he lives in wild forests and grasslands. And കാലം മാറിയപ്പോൾ he started farming, agriculture, കൃഷിക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയി. ഏർലി ഹ്യൂമനിൻ്റെ ലിവിങ് സ്റ്റാറ്റസും അവർ പ്രാക്ടീസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസസും എല്ലാം മാറി. നമുക്കറിയാം പണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ വീൽസ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, കാളവണ്ടി തുടങ്ങിയ സംഭവങ്ങൾ. സോ ടുഡേ ഓട്ടോമൊബൈൽസിലേക്ക് നമ്മൾ മാറി. സോ നമ്മുടെ കംഫർട്ടബിലിറ്റിയും നമ്മുടെ കൂടുതൽ കംഫർട്ടബിളായി നമ്മുടെ ലൈഫ്. സോ അങ്ങനെ മോഡേൺ പ്രാക്ടീസസ് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അബയോട്ടിക് കമ്പോണൻസ് ഓഫ് നേച്ചർ ആൻഡ് ലിവിങ് ഓർഗാനിസംസ് ടുഗെദർ ഫ്രോം എക്കോസിസ്റ്റം ഓഫ് വേരിയസ് ടൈപ്സ്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവരെല്ലാം ഇന്റർഡിപ്പെൻഡൻ്റ് ആണ്. Next point is unplanned use of natural resources. So the next heading is uses of natural resources. Natural resources നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് വാട്ടർ ആർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊഡ്യൂസ് എനർജി ആൻഡ് മേക്ക് യൂസ് ഓഫ് തിങ്സ് ആൻഡ് ദെയർ ഇന്റർഡിപെൻഡൻസി. നമ്മൾ ഹ്യൂമൻ ബീങ്സ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവറി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ആർ ഇന്റർഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. എക്സാമ്പിൾ pollinators and dispersers of plants, soil, animals like worms which recycle nutrients for plants. അതായത് നമുക്ക് എർത്ത് വോംസ് ഇവയൊക്കെ സോയിലിൽ ഒരുപാട് ഡെഡ് ആനിമൽസിനെയെല്ലാം ഇവർ റീഫോം ചെയ്യും, സോയിൽ ന്യൂട്രിയൻസ് ആയിട്ട് മാറ്റും. സോ ഈ ന്യൂട്രിയൻസ് പ്ലാന്റ്സ് വളരാൻ യൂസ് ചെയ്യും. സോ ഈ വളർന്നു നിൽക്കുന്ന പ്ലാന്റ്സിനായിരിക്കും ആനിമൽസ് കഴിക്കുന്നത്, ഈ ആനിമൽസിനായിരിക്കും ഹ്യൂമൻ ബീങ്സ് കഴിക്കുന്നത്. സോ ദേ ആർ ഇന്റർഡിപെൻഡൻറ്റ് ടീച്ചേഴ്സ്. ഒരു ബയോളജിക്കൽ ബാലൻസ് ഉണ്ട്. സോ ഈ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ ഹോൾ ബയോളജിക്കൽ ബാലൻസ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് പ്രോസ്പെറിറ്റി ഓഫ് എ നേഷൻ is dependent on the natural resources available in the nation. Same thing. So the next topic is spheres of resources. The first one is atmosphere. The second one is hydrosphere. Third one is lithosphere. And fourth one is biosphere. നമുക്കറിയാം what is atmosphere. Atmosphere എന്ന് വെച്ചാൽ എയർ കാണുന്ന സ്ഥലം, എയർ ഉള്ള ആ ഒരു പോർഷൻ. Hydrosphere means which contains water. Lithosphere എന്ന് വെച്ചാൽ റോക്സ് ആൻഡ് സോയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ബയോസ്ഫിയർ എന്ന് വെച്ചാൽ അത് ലെയർ വേർ ലൈഫ് എക്സിസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റീവ് ഷെൽ ഓവർ ദ എർത്ത്. സ്ഫിയറിൽ പ്രൊട്ടക്റ്റീവ് ഷെയർ ആണ്, അതായത് ഏറ്റവും എർത്തിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദ മോസ്റ്റ്
തിക്കായിട്ടുള്ള ലെയറാണ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം, പണ്ട് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 78% നൈട്രജൻ, 21% ഓക്സിജൻ ഒക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയറിലുള്ളത് എന്ന്. സോ നമുക്ക് വി ഷുഡ് പ്രൊട്ടക്ട് our atmosphere to keep clean and neat. So, okay, atmosphere has 4 layers. The first one is troposphere. Troposphere is a part where life exists. ജീവൻ കാണുന്ന സ്ഥലം. Lowest part of atmosphere is troposphere, and this troposphere contains clouds, rain, snow. ഇതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് കൂടുന്നതോടും ടെമ്പറേച്ചർ കോൾഡർ ആവും, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. സോ അതാണ് കാര്യം. പിന്നെ ഇതിൽ 75% ഓഫ് എയറും ട്രോപ്പോസ്ഫിയറിലാണ് കാണുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ടോപ്പ് പാർട്ടിനെ ട്രോപ്പോപോസ് എന്നും ലോവസ്റ്റ് പാർട്ടിനെ ബൗണ്ടറി ലെവൽ എന്നുമാണ് അറിയപ്പെടുന്നത്. സോ ദ സെക്കൻഡ് വൺ ഇസ് സ്ട്രാറ്റോസ്ഫിയർ. ആൻഡ് 12 to 50 കിലോമീറ്റർ എബവ് ദ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിനെ കാണുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. സോ ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് us from UV radiations from sun. So that we get protected from skin cancer and some deadly diseases that can be caused by UV radiations of sun. So the third layer is mesosphere. That is the region about stratosphere. Stratosphere ne thottu moli kanuna region neയാണ് mesosphere എന്ന് പറയുന്നത്. And mesosphere 50 to 80 kilometer above stratosphere ആണ് കാണപ്പെടുന്നത്. And height കൂടുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. The next one is thermosphere. Thermosphere is above mesosphere. മെസോസ്ഫിയറിന്റെ മുകളിൽ കാണുന്ന ഒരു ലെയറിനെയാണ് thermosphere എന്ന് പറയുന്നത്. Temperature increases with height due to absorption of UV radiations. The next layer is exosphere. That is 500 kilometer above region, above thermosphere. Okay, it contains hydrogen atoms ഒക്കെ കാണുന്ന ആ ഒരു പൊസിഷനെയാണ് exosphere എന്ന് പറയുന്നത്. And the next layer is magnetosphere. This outer region surrounding the earth where charged particles spiral along the magnetic field lines. Magnetic field lines ഇലക്ട്രോൺസും ന്യൂട്രോൺസും ഒക്കെ കറങ്ങി നടക്കുന്ന ആ ഒരു പോർഷനെയാണ് ഔട്ടർ റീജിയൻ വിച്ച് സറൗണ്ട്സ് എർത്തിനെയാണ് നമ്മൾ മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് എന്താ? ഹൈഡ്രോസ്ഫിയർ. Hydrosphere covers about 3/4 of Earth's surface. Major part is marine ecosystem, remaining part belongs to freshwater. നമുക്കറിയാം, water pollution reduces the availability of clean water and affects all living bodies. Soil erosion, chemicals from industries also affect the sustainability of hydrosphere. Human activities such as deforestation also affect the sustainability of hydrosphere. So the next layer is lithosphere. ലിത്തോസ്ഫിയറിൻ്റെ അകത്ത് മെയിനായിട്ടും റോക്ക് ആൻഡ് സോയിൽ ആണ് കാണപ്പെടുന്നത്. അത് മെയിനായിട്ടും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർമോസ്റ്റ് മാന്റിൽ. അവിടെ നിന്നാണ് നമുക്ക് സ്റ്റോൺ, സാൻഡിൽ, ഗ്രേവൽ, കൺസ്ട്രക്ഷൻ ആവശ്യമായവയൊക്കെ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ആൻഡ് ലിത്തോസ്ഫിയർ ഇസ് ദ കൂളസ്റ്റ് ആൻഡ് മോസ്റ്റ് റിജിഡ് പാർട്ട് ഓഫ് എർത്ത്. അറിയാം. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ദ ലെയർ വെയർ ലൈഫ് എക്സിസ്റ്റ്. Global ecosystem composed of biotic and abiotic factors which derives energy and nutrients. So, every spheres are interlinked. Atmosphere, lithosphere and hydrosphere are connected to hydrological cycle. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. വാട്ടർ ക്ലൗഡ്സ് ഫോം ചെയ്യും. ഈ ക്ലൗഡ്സ് റെയിൻ ആയിട്ട് നമുക്ക് തരും. ഈ റെയിൻ നമ്മൾ എന്താ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്യും, ആനിമൽസിനും അങ്ങനെ ഒരുപാട് ഇന്റർ റിലേറ്റഡ് ഡിപ്പെൻഡൻസി ഉണ്ട്. So the next topic is basis of origin or types. They are biotic and abiotic, other renewables. So soil or land resources ആണ് അടുത്ത ടോപ്പിക്. Soil is a very productive as availability of water is excellent. Pulses are drawn on agricultural land. സോയിലാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി നടക്കുന്നത്, അല്ലെങ്കിൽ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഒക്കെ നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വാട്ടർ റിസോഴ്സസ്. നമുക്കറിയാം വാട്ടർ ഇസ് വെരി പ്രഷ്യസ് അല്ലേ. സോ വെൽസ് ആർ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ബട്ട് കനാൽ, പോൺസ്, പിന്നെ ലേക്സ്, റിവേഴ്സ് ഒക്കെ പബ്ലിക് പ്രോപ്പർട്ടീസ് ആയിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ വാട്ടർ റിസോഴ്സ്, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളെയാണ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. ആനിമൽസ് ആർ മേജർ റിസോഴ്സസ് ഓഫ് ലൈവ്ലിഹുഡ് ആഫ്റ്റർ അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചറിന് ശേഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസിനെ അല്ലേ, അതാണ് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. Natural resources are mainly classified into two: inexhaustible natural resources and exhaustible natural resources.
ഇൻഎക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് കൻ നോട്ട് ബി എക്സ്ഹോസ്റ്റഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസ്. നമ്മൾ വീണ്ടും യൂസ് ചെയ്താലും ആ റിസോഴ്സ് ഡിസ്ട്രോയ് ആയി പോകില്ല. അതിന് എക്സാമ്പിളാണ് എയർ ആൻഡ് സൺലൈറ്റ്. എയർ ആൻഡ് സൺലൈറ്റ് ഡിസ്ട്രോയ് ആകുന്നില്ല, സൺലൈറ്റ് ഡിസ്ട്രോയ് ആകുന്നില്ല അല്ലേ. സോ ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. ദാറ്റ് ഇസ് they can be exhausted due to continuous use over a long period of time. ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോൾ അത് എക്സ്ഹോസ്റ്റഡ് ആയി പോകുമെന്നാണ് എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. അതിന് എക്സാമ്പിളാണ് സോയിൽ, ഫോറസ്റ്റ്, വാട്ടർ ഓഫ് ലൈവ്ലിഹുഡ്. ഓക്കെ, നമ്മൾ വെള്ളം ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് ഓവർ എക്സ്പ്ലോയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് എക്സ്ഹോസ്റ്റബിൾ ആകും. സോ അതാണ് പറയുന്നത്. സോ ഈ എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതാണ് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് അവർ പാർട്ട് 1. ഇന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് ദോസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ കമൻറ്റ് സെക്ഷൻസ്. നിങ്ങൾ ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ദിസ് വീഡിയോ എമോങ് യുവർ ഫ്രണ്ട്സ് ആൻഡ് കൂടുതൽ വീഡിയോസ് കിട്ടാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ കീപ് ലേണിംഗ് വിത്ത് us. This bye from Clare's Colloquy.